Hello everyone, welcome back to our channel. നമുക്കിന്ന് ഈ പീനട്ട് അഥവാ ഗ്രൗണ്ട് നട്ട് എങ്ങനെയാണ് തോടൊക്കെ കളഞ്ഞിട്ട് വേവിച്ച് അതിൻ്റെ നട്ട് എടുക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. നമുക്ക് ചാട്ടൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ സാലഡായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പീനട്ടിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ അവസാനം കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ പീനട്ട് അവൈലബിൾ ആണെങ്കിൽ ഇതുപോലെ റോ ആയിട്ട് തന്നെ വാങ്ങുക. അതിനുശേഷം നന്നായിട്ട് കഴുകിയെടുക്കുക. കാരണം നമുക്കറിയാം ഇത് മണ്ണിൻ്റെ അടിയിൽ വളരുന്നതാണ്. അപ്പോൾ നിറയെ മണ്ണൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ആദ്യം തന്നെ. ഇനി നമുക്കിതൊന്ന് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൽ നിറയെ വെള്ളം എടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നട്ട്സ് മുഴുവനും മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം എടുക്കുക. അത്യാവശ്യം വെള്ളം എടുത്തിട്ടുണ്ട്. എന്നാലും ഇതിങ്ങനെ പൊങ്ങി മാത്രമേ എടുക്കുള്ളൂ. എന്നാലും സഫീഷ്യൻ്റ് ആയിട്ടുള്ള വെള്ളം എടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഈ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ട് തിളച്ചതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടി ഇരിക്കണം. ആ രീതിയിലാണ് നമ്മൾ വേവിക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ തോടിന് നല്ല കട്ടിയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ചേർക്കുന്ന അത്രയും ഉപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് വരില്ല, അതിലേക്കൊന്നും പിടിക്കില്ല. അതുകൊണ്ട് കുറച്ചധികം ഉപ്പ് തന്നെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് തീ കൂട്ടി തന്നെ വയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. വെള്ളം തിളയ്ക്കുന്ന വരെ നമുക്ക് നന്നായിട്ട് തന്നെ തീ കൂട്ടി വയ്ക്കാം. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ചതിന് ശേഷം 5 മിനിറ്റ് കൂടി ഇതുപോലെ തന്നെ വയ്ക്കണം. അല്ലെങ്കിൽ അതിൻ്റെ തോട് പൊളിച്ചെടുക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും. നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ പിന്നെ വളരെ ഈസി ആയിട്ട് തന്നെ തോട് പൊളിഞ്ഞു പോരും. അപ്പോൾ ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ച് സ്ട്രെയിൻ ചെയ്യാം. ഇപ്പോൾ സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ചൂടാണ്. ഈ സമയത്ത് നമ്മൾ ഇത് പൊളിക്കാൻ പോയി കഴിഞ്ഞാൽ കൈയൊക്കെ പൊള്ളും. അതുകൊണ്ടിട്ട് ഞാനിപ്പോൾ പൊളിക്കുന്നില്ല. കുറച്ച് ആറിയതിന് ശേഷം ഇതുപോലെ എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഈസി ആയിട്ട് അതിൻ്റെ തോട് ഇതുപോലെ പൊളിഞ്ഞു വരും. അപ്പോൾ അതിൻ്റെ നട്ട് ഈസി ആയിട്ട് നമുക്ക് കിട്ടും. ആ നട്ട് നമുക്ക് ഡയറക്റ്റ് കഴിക്കാൻ വേണ്ടി എടുക്കരുത്. ആ നട്ട് എടുത്ത് ഓരോന്നും പൊളിച്ചിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് കഴുകിയിട്ട് വേണം എടുക്കാൻ. കാരണം ചെറിയ പുഴുക്കളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ കടയിൽ നിന്ന് റെഡ്ലി ഡ്രൈ ആയിട്ട് കിട്ടുന്ന ആ പീനട്ടിനേക്കാളും എന്തായാലും നല്ലത് ഇതുപോലെ റോ ആയിട്ട് തന്നെ വാങ്ങുന്നതാണ്. അതിൻ്റെ അകത്ത് ആർട്ടിഫിഷ്യലായിട്ടൊന്നും ചേർത്തിട്ടില്ല, പെസ്റ്റിസൈഡ്സ് അതിന് ശേഷം ഇത് പറിച്ചതിന് ശേഷം നമ്മൾ ഒന്നും ചേർത്തിട്ടില്ല എന്ന് ഉറപ്പാണല്ലോ. അപ്പോൾ എന്തായാലും ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ പീനട്ട് വെച്ചിട്ട് നമുക്ക് ചാട്ട് മസാല എല്ലാം ചേർത്തിട്ട് പീനട്ട് ചാട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കൂടി ഒന്ന് കാണുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. എന്നിട്ട് അടുത്ത വീഡിയോ കാണുക കേട്ടോ, ചാട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ടേക്ക് കെയർ, ബൈ.